ഞാൻ കുറച്ച് നാളായിട്ട് ഈ ഒരു സാംസങ് S23 ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ, എൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു 2025 ഈ ഒരു സാംസങ് S23 നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. സോ, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് വീഡിയോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു S23 എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് എൻ്റെ ഒരു ഫേവറേറ്റ് ഫോണാണ്. ഈ ഒരു ഫോൺ എനിക്ക് ഫേവറേറ്റ് ആവാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ഫോണിൻ്റെ ആ ഒരു ഫോം ഫാക്ടറാണ്. കോമ്പാക്ട് സൈസിലുള്ള ഡിവൈസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു S23 ആയിട്ട് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ബിൽഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അലുമിനിയം ഫ്രെയിമാണ് ഈ ഒരു ഫോൺ നൽകിയിട്ടുള്ള ഒരു ബോക്സി ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തേണ്ട. ബോക്സി ഡിസൈൻ ആയിരുന്നാൽ പോലും സാംസങ് അത്യാവശ്യം എഡ്ജസും കാര്യങ്ങളൊക്കെ കുറവായി കൊണ്ടുവന്നിട്ടുണ്ട്. സോ, അതുകൊണ്ട് തന്നെ നമ്മൾ കൈ പിടിക്കുമ്പോൾ ആ ഒരു കുത്തി കയറുന്ന ഫീലോ കാര്യങ്ങളൊന്നുമില്ല. കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ട്. സോ, അവിടെയൊന്നും ഒരു ഇഷ്യൂ കാര്യങ്ങളോ പിന്നെ ഈ ഒരു ഡിവൈസിൽ അലുമിനിയം ഫ്രെയിം കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ്. അത്യാവശ്യം സ്മഡ്ജസും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡ് ഫ്രെയിമിൽ കാര്യങ്ങളും പറ്റുന്നുണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബിൽഡ് കാര്യങ്ങളൊക്കെ ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം സാംസങ്ങിൻ്റെ ടിപ്പിക്കൽ ആ ഒരു ബിൽഡ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന S24 ആയാലും S25 ആയാലും സെയിം ബിൽഡാണ്. സോ, നിങ്ങൾ ഇനിയും ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഔട്ട്ഡേറ്റഡ് ലുക്ക് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. സോ, ബിൽഡിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. 6.1 ഇഞ്ചിൻ്റെ 2x AMOLED പാനലാണ് ഈ ഒരു ഡിവൈസിൽ സാംസങ് കൊടുത്തിട്ടുള്ളത്. സോ, സാംസങ്ങിൻ്റെ സ്വന്തം ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. 120 ഹെർട്സ് ആണ് ഈ ഒരു ഫോണിൽ വരുന്ന റിഫ്രഷ് റേറ്റ്. സോ, ആ ഒരു 120 ഹെർട്സ് ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് കിട്ടുന്നുണ്ട്. ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ഫ്ലിപ്കാർട്ട് എല്ലായിടത്തും തന്നെ ആ ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ ക്വാളിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ ബെസ്റ്റ് വ്യൂയിങ് ആംഗിൾസ്, അതുപോലെ തന്നെ കളേഴ്സ്, കോൺട്രാസ്റ്റ് എല്ലാം ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് കിട്ടും. നിങ്ങൾക്ക് ഒരു മൂവി കാണാൻ അല്ലെങ്കിൽ മൾട്ടിമീഡിയ കൺസപ്ഷന് വേണ്ടി ഈ ഒരു ഡിവൈസ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബെറ്റർ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിന് കിട്ടാൻ പോകുന്നത്. യൂട്യൂബിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 4K HDR സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്രീൻ തരുന്നുണ്ട്. സോ, ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടാനായിട്ട് പോകുന്നത്. 1200 നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത്. സോ, അത് നിങ്ങൾക്ക് ഔട്ട്ഡോർ യൂസിനാണെങ്കിലും കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേന്ന് കിട്ടുന്നുണ്ട്. പിന്നെ കുറേ അധികം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ, അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് പോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൻ്റെ സംഭവം ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിലും S23 യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ S23 അൾട്ര യൂസ് ചെയ്യുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന ആ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ. ഗ്രീൻ ലൈൻ ഇഷ്യൂസ് പല ആൾക്കാർക്ക് ഈ ഒരു S23 സീരീസിൽ കിട്ടുന്നുണ്ട്. സോ, അതെങ്ങനെ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്ന ഫോൺ എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ റിപ്പയർ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ, ആ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്, ഫ്രണ്ട്സിന് ആരുടെയെങ്കിലും കയ്യിൽ S23 ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ടുള്ളത്. സോ, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ഓവറോൾ നല്ലൊരു ഡിസ്പ്ലേ പാക്കേജാണ് ഈ ഒരു S23 സാംസങ് കൊടുത്തിട്ടുള്ളത്. നല്ല കളേഴ്സ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് എല്ലാ കാര്യങ്ങളും ബെറ്റർ ഡിസ്പ്ലേ എക്സ്പീരിയൻസ്, നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു രീതിക്കുള്ള ഡിസ്പ്ലേ ഗ്ലിച്ചസോ കാര്യങ്ങളോ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തില്ല. എനിക്ക് ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേന്ന് കിട്ടിയത്. 1UI 7 ബേസിന് ആൻഡ്രോയിഡ് 15 ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു സാംസങ് S23 റൺ ചെയ്യുന്നത്. സാംസങ് ലോഞ്ചിൻ്റെ ടൈമിൽ പറഞ്ഞ അനുസരിച്ച് ഏകദേശം 4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ആൻഡ്രോയിഡ് 17 വരെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും കൂടെ ബാക്കി കിടക്കുന്നുണ്ട്. സോ, നിങ്ങളൊരു 2 വർഷത്തേക്കൊക്കെയാണ് ഈ ഒരു ഫോൺ നോക്കുന്നതെങ്കിൽ അപ്ഡേറ്റിനെ കുറിച്ച് എടുത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനിയും റിമൈനിങ് ആയിട്ട് ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റാണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 2 എന്ന് പറഞ്ഞൊരു പവർഫുൾ ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് ആയതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിന് കിട്ടുന്നത്. ഇപ്പോൾ നോർമൽ യൂസറൊക്കെ ആണെങ്കിൽ ടാസ്കൊക്കെ ചുമ്മാ പുഷ്പം പോലെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ ചെയ്ത് പോകാം. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഹൈ ഗ്രാഫിക്സിൽ ഏത് ഗെയിമും റൺ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഡിവൈസിൽ. പിന്നെ ഞാൻ നോക്കിയിടത്തോളം ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ്. കാരണം 6.1 ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. സോ, ചില ഗെയിമേഴ്സിന് ആ ഒരു സ്ക്രീൻ സൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. സോ, അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ S23 അൾട്രയിലോട്ട് പോകാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു iPhone Pro മോഡലോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. സോ, ലേറ്റസ്റ്റ് സാംസങ് AI ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു ഡിവൈസ് കിട്ടുന്നുണ്ടാവും. സർക്കിൾ ടു സെർച്ച്, ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ, ചാറ്റ് അസിസ്റ്റൻ്റ് AI, അതുപോലെ തന്നെ ഫോട്ടോ അസിസ്റ്റൻ്റ് AI. അത് വെച്ചാൽ നിങ്ങൾക്ക് ഫോട്ടോസിൽ എന്തെങ്കിലും കാര്യങ്ങൾ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യണം, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സാംസങ് AI ചെയ്യാനായിട്ട് പറ്റും. സോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളത്.
സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുവാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെയാണ് മെയിൻ ക്യാമറ ഈ ഒരു ഡിവൈസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും 12 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് സെൻസറും ഈ ഒരു ഡിവൈസിൽ സാംസങ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കറിയാം ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. സോ അതിൻ്റേതായ ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ബെറ്റർ ക്വാളിറ്റി പോർട്രേറ്റ്സ് അതുപോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ എടുക്കാൻ പറ്റും. ഈവൻ നിങ്ങൾ ഒരു റോ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിലും നല്ല ക്വാളിറ്റി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒരു ഫിൽറ്ററോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസും കിട്ടുന്നുണ്ട്. സോ ക്യാമറ വീഡിയോ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് വെച്ച് 8K 30 FPS വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ 4K 60 FPS ആണ് മാക്സിമം വീഡിയോ സപ്പോർട്ട് വരുന്നത്. 240 FPS 1080 നിങ്ങൾക്ക് സ്ലോമോ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെടുക്കാം. ഇനി സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 12 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ സാംസങ് കൊടുത്തിട്ടുള്ളത്. HDR10+, അതുപോലെ തന്നെ 4K 60 FPS ആണ് മാക്സിമം ഫ്രണ്ട് ക്യാമറ സപ്പോർട്ട് വരുന്നത്. പിന്നെ ഇവിടെ എനിക്ക് കൺഫ്യൂഷൻ അടിച്ചൊരു കാര്യമാണ് 1080 30 FPS മാത്രമാണ് സാംസങ് കൊടുത്തിട്ടുള്ളത്. 4K 60 FPS കൊടുക്കാമെങ്കിൽ 1080 എന്തുകൊണ്ട് 60 FPS കൊടുക്കാത്തത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുമായിരുന്നു. എനിവേസ് നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു S23 കൊടുത്തിട്ടുള്ളത്. അതിപ്പോഴും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പെർഫോമൻസ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രൈമറി എയിം ക്യാമറയാണ്, അല്ലെങ്കിൽ വ്ളോഗിങ് ചെയ്യാനാണെങ്കിൽ നല്ല കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിൽ ഈ ഒരു 2025 നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബെറ്റർ ക്യാമറ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഈ ഒരു S23 ഇപ്പോഴും കിട്ടുന്നുണ്ട്. സാംസങ് ഈ ഒരു S23 എല്ലാ ഭാഗവും ഇങ്ങനെ പൊളിയായിട്ട് ടോപ്പ് നോച്ച് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും ക്യാമറ ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ബാറ്ററിയായിട്ട് വന്നപ്പോൾ ഇവന്മാരെ തനി സ്വഭാവം കാണിച്ചു. കാരണം ശോകം ബാറ്ററി ബാക്കപ്പ്, അല്ലെങ്കിൽ 3900 എന്ന് പറഞ്ഞൊരു ചെറിയ ബാറ്ററിയാണ് ഈ ഒരു ഡിവൈസിൽ അവർ കൊടുത്തേക്കുന്നത്. ഒരു 4500 mAh ബാറ്ററിയൊക്കെ ആണെങ്കിൽ ഒരു പെർഫെക്റ്റ് കോമ്പാക്ട് ഫോണാണ്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അത്യാവശ്യം ഓക്കെ ആണെന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ബാറ്ററി മെയിനായിട്ടുള്ള കമ്പോണൻ്റ് അവന്മാർ ശോകമാക്കി കളഞ്ഞു. കാരണം 3900 mAh എന്ന് പറഞ്ഞാൽ ഒരു ഹെവി യൂസറിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ബാറ്ററി ആയിരിക്കും. കാരണം അത്യാവശ്യം ശോകം ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും ഗെയിമേഴ്സ് അതുപോലെ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് കിട്ടാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു നോർമൽ യൂസറൊക്കെ ആണെങ്കിൽ ഈ ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ യൂസറിൻ്റെ കേസിൽ ഇതൊരു സഫിഷ്യൻറ്റ് ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. സോ ഒരു 4500 mAh ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയാലെന്ന് എനിക്ക് എല്ലാവർക്കും അതാണ് ഒരു മെയിൻ ഒരു നെഗറ്റീവ് ഈ ഒരു S23 എന്ന് പറയുന്ന ഡിവൈസിൽ നിന്ന് ഫേസ് ചെയ്യുന്നത്. സോ അതും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു സാംസങ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ ഫ്രീ ഓഫ് കോസ്റ്റിൽ സാംസങ് സർവീസ് ചെയ്ത് തരുന്നതെന്നുള്ളത്. സോ നമ്മൾ റിലേറ്റീവിൻ്റെ ഫോണിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു S23 തന്നെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റിൽ കഴിഞ്ഞ ദിവസം നമുക്ക് ഡിവൈസ് സാംസങ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രീ ആയിട്ട് സ്ക്രീൻ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. സോ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ സാംസങ്ങിൻ്റെ നിങ്ങളുടെ ആ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്ന ഫോണുമായിട്ട് ജസ്റ്റ് സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ പോവുക. അവിടെ ചെല്ലുമ്പോൾ അവർ ജസ്റ്റ് ഫോണൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. എന്തെങ്കിലും സ്ക്രാച്ചോ അല്ലെങ്കിൽ താഴെ വീണിട്ടുള്ള ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. മേജർ ഡെൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ ആ ഒരു കവറേജ് കാര്യങ്ങളൊന്നും തരത്തില്ല. ജസ്റ്റ് കേസ് ഡോട്ട് അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇഗ്നോർ ചെയ്ത് കളയും. പക്ഷെ ഒരു താഴെ ചാടിയിട്ട് ഫ്രെയിം കാര്യങ്ങളൊക്കെ ഡിഫക്റ്റായി പോകുന്ന ഡിവൈസാണ് നിങ്ങൾ കൊണ്ടുവന്നതെങ്കിൽ അവർ റിജക്റ്റ് ചെയ്ത് കളയത്തുള്ളൂ. സോ കേസ് ഡോട്ട് കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. സോ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിലുള്ള ഡിവൈസ് ആണെങ്കിൽ ഈ വാറണ്ടി കാര്യങ്ങളും ഒന്നും മൈൻഡ് ചെയ്യില്ല. ഔട്ട് ഓഫ് വാറണ്ടി ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സർവീസ് കിട്ടുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു വാലിഡ് ബില്ലാണ്. പർച്ചേസ് ബില്ല് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്ത ആളുടെ എന്തെങ്കിലും ഒരു പ്രൂഫ്, ആധാർ കാർഡോ എന്തെങ്കിലും ഒരു പ്രൂഫും ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ചെല്ലുക. സോ ബാക്കി ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ആ ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് അവർ ചെയ്ത് തന്നോളും. പിന്നെ കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഏകദേശം 1 വീക്കൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഈ എൻ്റെ ഒരു കേസിൽ ഏകദേശം ഒരു 3 വീക്സൊക്കെ എടുത്തു ഈ ഒരു ഡിവൈസ് തിരിച്ച് തരാനായിട്ട്. സോ എന്തായാലും നിങ്ങൾക്ക് അത്രയും നാൾ വെയിറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇപ്പോൾ നിലവിൽ S23 വരെ അൾട്രാ വരെയുള്ള ഡിവൈസിനാണ് സാംസങ് ആ ഒരു ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും S23 ഡിവൈസിൽ ഇതുപോലുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് നിയറസ്റ്റ് സാംസങ് സർവീസ് സെൻ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തെടുക്കുക. ഇതെന്തെങ്കിലും ഒരു ലിമിറ്റഡ് പീരീഡിന് ആ ഒരു ലിമിറ്റഡ് ടൈമിലേക്ക് വെച്ചേക്കുന്ന ഓഫറാണോ കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സോ
നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുക. സോ എന്തെങ്കിലും ഡിവൈസ് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് റീപ്ലേസ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കും. സോ S23 നിങ്ങൾ ഇനി വരുന്ന വർഷത്തേക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഡിവൈസാണ്. കാരണം നല്ലൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ബിൽട്ട് ക്യാമറ പെർഫോമൻസ് എല്ലാം ടോപ്പ് നോച്ചായിട്ട് തന്നെ സാംസങ് ഈ ഒരു ഡിവൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ആകെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബാറ്ററി സൈഡാണ്. സോ ബാറ്ററി നിങ്ങൾക്ക് അത്രയും ബോദർ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസ് കൺസിഡർ ചെയ്യാം. സോ ഇതൊക്കെയാണ് ഈ ഒരു S23നെ പറ്റി ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസോടെ ചേർത്താണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. സോ ഇതിലും മികച്ച ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നവരേക്കും ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക് സ്പോർട്ട്. ഗുഡ് ബൈ.